അതിനിടയിലൊരു കാര്യം, ഇതിന് തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവുമ്പോഴല്ലേ നമ്മൾ പ്രതീക്ഷിക്കൂ. അത് ഭാഗമായിട്ടില്ല. നമ്മൾ ജോബ്, നമ്മുടെ റോള് മാത്രം ചെയ്യുക. മോനെ നോക്കുക, കാര്യങ്ങൾ നോക്കുക. ഞാനൊരു ചെറിയ തോതിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അതിൻ്റെ ഒറ്റ ഒരു ഫേസിൽ. ഈ സ്ട്രഗിളൊക്കെ നമ്മൾ കേൾക്കണതൊക്കെ ഇപ്പം ഇങ്ങനെ കേട്ട് മനസ്സിലായി. ഇപ്പം കുറേ മനസ്സിലായി കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും മേജറിനെ മനസ്സിലാക്കിയെടുക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇല്ല, ഇതിനകത്ത് പല കാര്യങ്ങളും പലർക്കും അറിയില്ലല്ലോ. ഇപ്പം കീർത്തിചക്ര എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിപ്പറേഷനും ആ സിനിമ നടന്നും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉദയനാണ് താരത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു ഡയറക്ടറിൻ്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളതും എത്രയോ ആളുകൾ കൂടെ നിന്നിരുന്ന ആൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൊരു ഫീല് എങ്ങനെയാണെന്നുള്ളതും അറിയാൻ പറ്റും. ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നവർ ആരാണെന്നുള്ളതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനകത്ത് ഇവൾക്കിതൊന്നും അറിയില്ല. കാരണം വെച്ചാൽ സിനിമയെക്കുറിച്ചുള്ള ഒരു ഇതുമില്ല. സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ലേഡീസായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുച്ചിയും അതുപോലെ തന്നെ ലിസിയായിരുന്നു. ഇവർക്ക് ന്യൂസുകൾ കിട്ടും. കാരണം കേൾക്കുന്ന എന്താണ്, മോഹൻലാലിന് ഭ്രാന്ത്, ഒരു പട്ടാളക്കാരന് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പോഴേ കുറേ പടങ്ങൾ എല്ലാം ഫ്ലോപ്പായിട്ട് കിടക്കുന്നു. അതിൻ്റെ കൂടുതൽ ഇയാൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രൊപ്പഗണ്ട നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബൗൺസിങ് വരുന്നത് എവിടെ നിന്നാണ്? ഇത് നമ്മുടെ കാതിലെത്തുന്നത് ഇവർ ത്രൂ ആണ്. അപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും അസുഖം പിടിക്കുന്നു അല്ലെങ്കിൽ ഇത് വരുന്നു. ഞാൻ കീർത്തിചക്ര ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ചിക്കൻ ഗുനിയ ആദ്യം 2006 ഇവിടെ ഇന്ത്യയിലൊക്കെ ആരും കേട്ടിട്ടില്ല. അപ്പോഴാണ് ചിക്കൻ ഗുനിയ എനിക്ക് അടിക്കുന്നത്. കാലത്തെഴുന്നേറ്റ് അവിടെ തൊടാൻ വയ്യ ഇവിടെ തൊടാൻ വയ്യ. അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. സായികുമാറിൻ്റെയും തമിഴ് വേർഷൻ പ്രകാശ് രാജിൻ്റെയും ആ ഓഫീസിലുള്ള സീക്വൻസ്. ഇവർ രണ്ടും കത്തി നിൽക്കുന്ന സമയമാണ് ഇവരുടെ ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനെയും കൂടെ ഒരുമിച്ചിട്ട് ഒറ്റ ദിവസം കിട്ടിയിരിക്കുന്നു. കാലത്ത് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എഴുന്നേറ്റ് പോയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേറൊരാളെ വണ്ടി ഓടിക്കാൻ വിളിച്ച് വണ്ടി അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പതുക്കെ അവൻ്റെ അടുത്ത്, അരുണിൻ്റെ അടുത്ത്, ഈ ഗരുഡയുടെ ഡയറക്ടർ അവനായിരുന്നു എൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻറ്റ്. ഞാൻ അവരുടെ ഒന്ന് താഴത്തേക്ക് പോയിട്ടോ എന്നൊന്ന് പിടിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇവർ ലിറ്ററലി എടുത്തിട്ടാണ് എന്നെ ലിഫ്റ്റ് കൊണ്ടുപോയിട്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കാം, എന്ത് പറ്റി സാർ? ഞാൻ പറഞ്ഞു, എടാ എടുക്കുന്ന നീ തൊടുന്നിടത്തൊക്കെ വേദനിക്കുന്നു എന്നുള്ളത്. അങ്ങനെ അവിടെ കൊണ്ടിട്ട് എന്നെ ചെയറിൽ ഇരുത്തുകയാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, തൊണ്ട മുഴുവൻ വേദന. ഈ ചിക്കൻ ഗുണി എന്താണെന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു, ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സായി കുമാറിൻ്റെ പോർഷൻ, മലയാളം പോർഷൻ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം പ്രകാശ് രാജ് വരും. അപ്പം അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൗധരി സാർ കയറി വന്നു, ഫുൾ ജിങ് ബാങ്ങോട് കൂടിയിട്ട്. അങ്ങനെ വന്നപ്പം വേൽരാജായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്, തിരുവില്ല. വേൽരാജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വേൽ ഈ ആംഗിൾ വിട്ടേക്ക്, അവിടെ നിന്നുള്ളത് നീ ഇവിടുന്നും അവിടെ നിന്ന് എല്ലാം അതെല്ലാം വെച്ചു, പക്ഷേ ഇങ്ങോട്ട് എന്നെ ഇനി ഇവിടുന്ന് എഴുന്നേൽപ്പിക്കരുതെന്ന്. കാരണം ഞാൻ ഈ ചെയറിൽ അവിടെ റൂമിനകത്ത് ഞാൻ മൈക്ക് വാങ്ങിച്ചു. മൈക്കിൽ പറയുന്ന പോലും കേൾക്കില്ല, അങ്ങനെയാണ്. ഓക്കെ സ്റ്റാർട്ട് ക്യാമറ, വർത്തമാനം പറയാൻ പറ്റുന്നില്ല, അത്രയും കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. ചൗധരി സാർ, ഇവിടെയൊക്കെയാണ് നമ്മൾ ചില സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ നിങ്ങളുടെ ഗോഡ് ഫാദർ ആണെന്നുള്ളത് പറയാൻ ഉള്ള കാരണം ചൗധരി സാറിനെ കൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം കയറി വന്നു എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാം നോക്കി. അപ്പം ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പം അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ മൈക്കിൽ തന്നെ, സാർ എഴുന്നേൽക്ക മുടിയാതെ, അപ്പുറമല്ല ഉക്കാറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മൈക്കാണ് ഈ പറയുന്നത്. കാരണം മൂപ്പര് എടുത്ത് വന്നിരുന്നു. അപ്പോൾ ഓക്കെ സൈലൻസ്, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ, ഇതൊക്കെ പറയുമ്പോൾ ഒരു ശബ്ദവും വരുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കുന്നുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഷോർട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഡേ பேக்கப் பண்ணுங்க. டேரக்டர் உடம்பு சரியில்லை, அவர் வந்து ஏன் எங்கள் படம். அப்போ മൂപ്പരുടെ ഓഫീസ് നേരെ വന്നിട്ട് അവനിട്ടൊരു 4 കൊട്ട്. ഇങ്ങനെയാണോ ഡയറക്ടർ വെച്ചിട്ട് പണി വാങ്ങിക്കുന്നു? മറ്റോ കൊണ്ടാണോ അവരെ ഷൗട്ടിങ്. എനിക്കും ഷൗട്ട് ചെയ്യാൻ പറ്റില്ല സാർ. അതങ്ങൾ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. മൂപ്പരെ കണ്ണൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പം ഈ ഷൂട്ട് നമ്മൾ കാലത്ത് ചെയ്തിട്ടില്ല, അതേ ഇതിൽ പ്രകാശ് രാജിനെങ്കിൽ പിടിച്ചിരുത്തിയാൽ മതി. അപ്പം കുറച്ച് നേരം മുന്നേ പ്രകാശ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മേജർ ഞാനതെല്ലാം കണ്ടു, അതേ ആംഗിളും വേലായനും അറിയാം, നിങ്ങൾ പൊയ്ക്കോ. അങ്ങനെ 1-2 ഷോട്ട് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് കറക്റ്റ് അതേപോലെ തന്നെ. അങ്ങനെ എന്നെ പിടിച്ച് പിന്നെയും വണ്ടിയിലിട്ട് ഞാനങ്ങ് പോകുന്നു. പക്ഷെ അവിടേക്കാണ് നമ്മൾ
ഒരു പ്രൊഡ്യൂസർ എന്നുള്ള വ്യക്തിയുടെ പേഴ്സണൽ ബന്ധങ്ങൾ, അതല്ലേ ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് അദ്ദേഹം ഭാര്യയും കൂടെ ഇവിടെ വന്നു. ഓ, മമ്മൂക്ക് ഇവിടെ മുകളിലിരിക്കുകയായിരുന്നു. മമ്മൂക്ക് ഇരുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ ഡൈനിങ് ഒക്കെ വെച്ചിരുന്നു. മമ്മൂക്ക് എഴുന്നിട്ട് എൻ്റെ അടുത്ത് അതെ നമ്മുടെ ചൗധരി സാറിനെ പോലെ ആളവിടെ ഇരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു സാർ ചൗധരി സാറാണെന്ന്. അപ്പോൾ ചൗധരി സാർ അവിടെ നോക്കുന്നുണ്ട്. ചൗധരി സാർ കൈ കാണിച്ച്, മമ്മൂക്കയും കൈ കാണിച്ച്, ആര് ചൗധരി സാറാണ്? ചൗധരി സാർ ഒരു സ്ഥലത്ത് പോവില്ല എന്നുള്ള ഈ പരിപാടി എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്കൊക്കെ വരാം. അതും ഭാര്യയും കൊണ്ടുവന്നിരിക്കും. അങ്ങനെ മമ്മൂക്ക ഇവിടുന്ന് ഇറങ്ങി ഓടി അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഇവിടെ താഴ്ത്തി വെച്ചിട്ട് ഒരു മീറ്റ് ചെയ്തു. ഇതാണ് ചൗധരി സാർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ട് മൂപ്പർ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ അടുത്ത് പല പുതിയ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാം ഇത്ര ബഡ്ജറ്റിൽ ഇത്ര ദിവസം തീർക്കാമെന്ന് പറയും. ഒരൊറ്റ എണ്ണം രണ്ടും ചെയ്യില്ല. നിങ്ങൾ മാത്രമാണ് എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ കുറച്ച് ചെയ്ത് പറഞ്ഞ സമയത്തിനേക്കാൾ 1 മാസം മുന്നേ എനിക്ക് പടവും കൈ തന്നത്. ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ റിലീസിന് അന്തപ്പെട്ടു. രമ്യനെ വിളിച്ച് പറഞ്ഞ് ഇത് പടം റെഡിയായി എന്ന് പറഞ്ഞത്. പിന്നെയാണ് ഡേറ്റുകളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നന്ദി സൂചകം. മൂപ്പർ പറഞ്ഞൊരു കാര്യമാണ്, ഏതെങ്കിലും പടം ചെയ്യണമെങ്കിൽ പൈസ എൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചിട്ട് വയ്ക്കുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തായാലും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. താങ്ക് ഗോഡ്. ആ സമയത്ത് ഞാൻ എന്താ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും ബാക്ക് ബൈറ്റിങ് വരുന്ന സമയത്തെല്ലാം സ്വിച്ച് എന്നെ വിളിക്കുമായിരുന്നു, സംസാരിക്കുന്നത് എങ്ങനെയുണ്ട്, നമ്മൾ സുഖമില്ല, അതില്ല, പ്രശ്നമില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ലാലിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഈ സമയത്ത് ലിസി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പിന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ആ സർക്കിള്, കോയമ്പേട് സർക്കിളുണ്ട്, അവിടെ ഇരുന്ന് രാത്രിയിൽ വെള്ളം എടുത്ത് മുഖമൊക്കെ കഴുകി കണ്ണൊക്കെ റെഡിയാക്കിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. പലപ്പോഴും വിളിച്ച് പോയപ്പോൾ കണ്ണൊക്കെ അതിന് ചോന്നിരിക്കും. നമ്മളവിടെ കുറേ ഇരുന്ന് കരഞ്ഞിട്ട് എന്തെന്നും പറഞ്ഞിട്ട് എങ്ങനെ അത് തീർക്കും, ഇത്രയും ആൾക്കാർ ഇതിൻ്റെ എഗൻസ്റ്റ് എന്തിനാന്നുള്ളൊരു തോന്നൽ. അവിടെയാണ് നമ്മൾ സക്സസ് വരുന്ന സമയത്ത് ദെൻ യു ആർ എ ഡിഫറെൻറ്റ് ടാൻജൻറ്റിലാണ്. പിന്നീട് ഇവർക്കെല്ലാം ഉത്തരം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് സിനിമ കൊടുത്തു. അപ്പം നമ്മൾ ഭവ്യത കുറച്ചുകൂടെ കൂട്ടും. അതാണ് അപ്പോൾ നമ്മൾ അഹങ്കരിച്ച ഫിനിഷ്. അതെ. പക്ഷെ അവാർഡ് കൈ കിട്ടുമ്പോൾ, സ്റ്റേറ്റ് അവാർഡ് കൈ കിട്ടുക എന്ന് പറയുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഒരിക്കലുമില്ല. അത് മലയാളം 10ാം ക്ലാസ്സിൽ മലയാളം തോറ്റ വ്യക്തി. അപ്പോൾ എൻ്റെ മലയാളം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആ ആൾ മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്റ്റേറ്റ് അവാർഡ് തിരക്കഥ എല്ലാ വർഷവും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് അന്നൊക്കെ കൊടുക്കില്ലായിരുന്നു. ചില സമയത്ത് തിരക്കഥ ശരിയില്ലെങ്കിൽ കൊടുക്കില്ല. അന്നൊക്കെ MT സാറൊക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനം. ഈ സാധനമാണ് നമ്മൾ പോയിട്ട് തിരക്കഥയ്ക്ക് ഗ്രേറ്റ് ഫീലിംഗ് ആണ്. വേറൊരു സംഭവമല്ലേ. പിന്നെ ഈ മനുഷ്യൻ്റെ ഒരു പട്ടാള ജീവിതം ഉള്ളപ്പോഴും ഒരു മനുഷ്യൻ എന്നുള്ള അവസ്ഥകളിൽ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. വയ്യാതാവുമ്പോൾ, ഇപ്പോൾ കിഡ്നിയുടെ അസുഖം വരുമ്പോൾ തന്നെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു മനുഷ്യന് ആവശ്യമുള്ള പല ഘട്ടങ്ങളുണ്ടല്ലോ. ആ ഒരു മേജർ രവിയെ ഒന്ന് പറയാവോ? മൂപ്പർ അങ്ങനെ വിട്ടു തരില്ല. ഓ, അപ്പോഴും വിട്ടു തരില്ല. ഹി വിൽ നോട്ട് ലെറ്റ് യു നോ ഫീൽ ദാറ്റ് ഡിപെൻഡന്റ് ഫീലിംഗ്. ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും ടു കെയർ ഫോർ ഹിം. പക്ഷെ മൂപ്പർക്ക് അത് പുറമേന്ന് എടുക്കും. പുറമേന്ന് ഒരാള് അത് ഒരു വാക്കായിട്ടോ വേർഡ്സ് ആയിട്ടോ പറഞ്ഞാൽ ഹി അക്സെപ്റ്റ്സ് ഇറ്റ് മച്ച് ബെറ്റർ. പക്ഷെ നമ്മൾ കാണിക്കുമ്പം അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് വിചാരിച്ചിട്ട് ഹി ജസ്റ്റ് മൂവ്സ് ഓൺ. ഈസ് വാട്ട് ഐ ഓൾവേസ് ഫെൽറ്റ്. ഇപ്പം ഞാൻ എത്രയും ട്രൈ ചെയ്തിട്ടും ആ ഒരു ആസ്പെക്റ്റിൽ ഐ ഹവ് ഓൾവേസ് സീൻ ദറ്റ് ഉണ്ണി രവിയേട്ടൻ കാണിക്കില്ലായിരിക്കും അത്. ദറ്റ് യുനോ ഷീ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ മീ. അപ്പോൾ അവിടെ അത് ഏതോ ഒരു ഘട്ടത്തിൽ അത് പതുക്കെ ഡൈല്യൂട്ട് ആവാൻ തുടങ്ങി, വിച്ച് ഇസ് വെരി ഹേർട്ടിങ് നൗ. എന്താ വെച്ചാൽ അത് അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ മൂപ്പർ അങ്ങനെയാണ്. യു ഹാവ് ടു അക്സെപ്റ്റ് ഹിം ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു ഫീലിംഗിലാണ് ഇപ്പോൾ മുന്നോട്ട് പോണത്. സോ ഹീ ഡസ് നോട്ട് വോണ്ട് ടു. പക്ഷേ ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തു ദറ്റ് 3.5-4 months. അപ്പോൾ ആ കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ സമയത്ത് ഐ റിയലി വെന്റ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ഫേസ് ബിക്കോസ് ദാറ്റ് വാസ് എ കൊറോണ ഫേസ്. അപ്പം നമുക്ക് മൂപ്പരുടെ ഇവൻ ദ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് കുഡ്ന്റ് കം ക്ലോസർ. അപ്പോൾ പിന്നെ ഐ ഹാഡ് ടു ബി എ ഡിയർ പാർട്ട് ഓഫ് ഹിം. That was the only selfish part which I enjoyed in my life is that struggle ചെയ്തു. ഒത്തിരി കരഞ്ഞു, മൂപ്പർ കാണാതെ ഒത്തിരി കരഞ്ഞു. ബിക്കോസ് ഹി ലോസ്റ്റ് ഹിസ് വെയിറ്റ്, ഹി ലോസ്റ്റ് എവറിത്തിങ്. ഈ ആളല്ലായിരുന്നു ആ ഒരു 2.5 മാസം. ഞാൻ എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഇഫ് ഹി ഈസ് ഗോയിങ് ടു ഗോ ലൈക്ക് ദിസ്, ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ വിൽ ഹി ബി ഏബിൾ ടു അക്സെപ്റ്റ് ഇതിങ്ങനെ മാറൂലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇതെന്താ ഇതിങ്ങനെ, വൈ ഓൺലി ദിസ്, വൈ ആം നോട്ട് പുട്ടിങ് ഔട്ട് വെയിറ്റ്, അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു അത്.
അപ്പൊ ആ സമയത്ത് ഞാൻ അതൊക്കെ മാറി വേട്ടെ എന്തൊക്കെ ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ ലുക്സിലൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ, യു ഹാവ് ദ എനർജി ടു കം ഔട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ ഈസ് നെവർ സീൻ മി ക്രൈം. അത് കണ്ടത് എൻ്റെ ഇവിടെ വീട്ടിലൊരു പണിക്കാരനുണ്ടായിരുന്നു. രാത്രി മൂപ്പര് ഉറങ്ങിയതിന് ശേഷം ഞാൻ പോയിരുന്നു കുറേ കരയും. ബിക്കോസ് ഇത് എവിടെ വെന്റ് ഔട്ട് ചെയ്യും എനിക്ക് അറിയില്ല, ഇതിന്റെ നെക്സ്റ്റ് കോൺസിക്വൻസ് ഇനി നാളെ എന്താണെന്ന്. ഒരു പ്രാവശ്യം മരുന്ന് കഴിക്കുന്നു, അങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു, വീഴുന്നു, കഴിക്കുന്നു, മുറിവ് വരുന്നു, ഒന്നും മനസ്സിലാവാത്തൊരു ഫേസ് ആയിരുന്നു അത് 2.5-3 months. പക്ഷേ അതൊരു കഴിഞ്ഞ ഫേസ്. കാലെന്നൊന്ന് ഉറച്ചോ ഈ മനുഷ്യർ ഓടിപ്പോയി, പിന്നെ മറന്നു. പിന്നും പറയുന്നത് എന്താണ്, എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് നിന്നു, എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. ഐ ഡു അഗ്രി, വി ഹാഡ് എ വെരി ഗുഡ് സെറ്റ് ഓഫ് 2 friends. പക്ഷെ എന്റെ പേര് അപ്പോഴും ഞാൻ സെൽഫിഷ് ആണ് കേട്ടോ, ഐ മൈറ്റ് ബി സെൽഫിഷ്. അപ്പോഴും ഞാൻ വെച്ചു ഒരു ഇന്റർവ്യൂവിൽ പോലും ഓ മൈ വൈഫ് ഡിഡ് ലോട്ട് ഇന്ന് വരെക്കും പറഞ്ഞിട്ടില്ല. ഫാന്റാസ്റ്റിക് ജോബ്. വേണ്ട ഇതൊന്നും പറഞ്ഞു ഞാൻ ആ സമയത്ത് പക്ഷേ കൂടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും അത് പിന്നെ ഭാര്യയല്ലേ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇതാണ് മൂപ്പന്റെ ഒരു കോൺസെപ്റ്റ്. ഇച്ചിരി അപ്രീഷിയേറ്റ് ചെയ്തൂടെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അഡ്മിറ്റ് ചെയ്തുകൂടെ ഇത്? രജനീഷേ ഈ സമയത്ത് പോലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ അറിയുന്നുണ്ട്